പ്ലസ് ടു കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് മേഖലയിൽ സ്കെയിലപ്പ് ആകണം, അതുപോലെ ഒരു കരിയർ ബിൽഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒട്ടുമിക്ക സംശയമാണ് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഏതാണ് ഗവൺമെൻറ് സെക്ടറിൽ വരുന്നത്. ഇന്നത്തെ ഒരു വീഡിയോയിൽ അതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇൻ ദിസ് വീഡിയോ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി ടോപ്പ് 10 എഞ്ചിനീയറിംഗ് കോളേജ് ഇൻ ഗവൺമെൻറ് സെക്ടർ. ഏതൊക്കെയാണ് നമുക്ക് നോക്കിയേക്കാലോ. അതിനു മുമ്പ് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞാൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സാലറി പാക്കേജിൻ്റെയും പ്ലേസ്മെൻറ്റിൻ്റെയും അപ്പോൾ NIRF എൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നിങ്ങൾക്ക് എഞ്ചിനീയറിങ്ങിനെ പറ്റി അറിയില്ല, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം തിരിച്ച് ഈ വീഡിയോയിലേക്ക് വരിക. അപ്പോൾ നമുക്ക് നോക്കി നോക്കിയാലോ ഏതൊക്കെയാണ് എഞ്ചിനീയറിംഗ് കോളേജ് ടോപ്പ് 10 ഗവൺമെൻറ് സെക്ടറിൽ വരുന്നതെന്ന്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്പർ 10 GEC ശ്രീകൃഷ്ണപുരം, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇൻ ശ്രീകൃഷ്ണപുരം. ഇത് പാലക്കാടാണ് ലൊക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ ആവറേജ് സാലറി പാക്കേജ് വന്നിരിക്കുന്നത് 5 lakh ആണ്. 5 lakh പെർ ആനം. ഹയസ്റ്റ് പാക്കേജ് എന്ന് പറയുന്നത് 12 ലക്ഷമാണ്, 12 lakh പെർ ആനം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്പർ 9 GEC കോഴിക്കോട്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇൻ കോഴിക്കോട്. ഇവിടുത്തെ മീഡിയം പാക്കേജ് എന്ന് പറയുന്നത് 4 lakh ആണ്. 4 lakh പെർ ആനമാണ് ഇവിടുത്തെ മീഡിയം പാക്കേജ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ഇവിടുത്തെ ഹയസ്റ്റ് പാക്കേജ് എന്ന് പറയുന്നത് 6 lakh പെർ ആനമാണ് വന്നിരിക്കുന്നത്. നമ്പർ 8 GEC കണ്ണൂർ, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇൻ കണ്ണൂർ. ഇവിടുത്തെ മീഡിയം പാക്കേജ് എന്ന് പറയുന്നത് 5 lakh പെർ ആനമാണ് വരുന്നത്. അതുപോലെ തന്നെ ഹയസ്റ്റ് പാക്കേജ് എന്ന് പറയുന്നത് 12 lakh പെർ ആനം, 12 ലക്ഷമാണ് വരുന്നത്. അടുത്തത് നമ്പർ 7 NSS എഞ്ചിനീയറിംഗ് കോളേജ് ഇൻ പാലക്കാട്. അതുപോലെ തന്നെ ഇവിടുത്തെ മീഡിയം പാക്കേജ് വന്നിരിക്കുന്നത് 3.5 lakh പെർ ആനമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹയസ്റ്റ് പാക്കേജ് എന്ന് പറയുന്നത് 7 lakh പെർ ആനമാണ് വന്നിരിക്കുന്നത്. അടുത്തത് നമ്പർ 6 GEC ബാർട്ടൺ ഹിൽ, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇൻ ബാർട്ടൺ ഹിൽ. ഇത് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ NIRF റാങ്കിങ്ങിൽ 100-നും 170-നും ഇടയിലാണ് ഇതിൻ്റെ പൊസിഷൻ വരുന്നത്. അതുപോലെ തന്നെ ആവറേജ് സാലറി പാക്കേജ് വന്നിരിക്കുന്നത് 4.5 lakhs-ഉം അതുപോലെ തന്നെ ഹയസ്റ്റ് പാക്കേജ് വന്നിരിക്കുന്നത് 11.6 lakh-ഉമാണ്. ഇവിടുത്തെ ഹയസ്റ്റ് പാക്കേജ് എന്ന് പറയുന്നത് 11.6 ലക്ഷമാണ് വന്നിരിക്കുന്നത്. അടുത്തത് നമ്പർ 5 RIT കോട്ടയം, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇത് ലൊക്കേഷൻ വരുന്നത് കോട്ടയമാണ്. അതുപോലെ തന്നെ NIRF റാങ്കിങ്ങിൽ 150-നും 200-നും ഇടയിലാണ് റാങ്കിങ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ആവറേജ് പാക്കേജ് എന്ന് പറയുന്നത് 4 lakh ആണ് വന്നിരിക്കുന്നത്, 4 lakh പെർ ആനം. അതുപോലെ തന്നെ ഹയസ്റ്റ് പാക്കേജ് വന്നിരിക്കുന്നത് 40 lakh ആണ്, 14 ലക്ഷം പെർ ആനം ആണ് വന്നിരിക്കുന്നത്. അടുത്തത് നമ്പർ 4 MA കോളേജ്, മാർത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം. ലൊക്കേഷൻ വരുന്നത് കോതമംഗലമാണ്. അതുപോലെ തന്നെ NIRF റാങ്കിങ് 50-നും 100-നും ഇടയിലാണ് പൊസിഷൻ വരുന്നത്. അതുപോലെ തന്നെ മീഡിയം പാക്കേജ് എന്ന് പറയുന്നത് 3.5 lakh പെർ ആനമാണ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല ഹയസ്റ്റ് പാക്കേജ് വന്നിരിക്കുന്നത് 35 lakh പെർ ആനമാണ് വന്നിരിക്കുന്നത്, 35 ലക്ഷം. അടുത്തത് നമ്പർ 3 TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ലൊക്കേഷൻ വരുന്നത് കൊല്ലമാണ്. ഇതൊരു ഗവൺമെൻറ് എയ്ഡഡ് കോളേജ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഓട്ടോണമസ് കോളേജ് കൂടിയാണ്. NIRF റാങ്കിങ്ങിൽ 250-നും 300-നും ഇടയിലാണ് പൊസിഷനിങ് വരുന്നത്. അത് മാത്രമല്ല ആവറേജ് പാക്കേജ് വന്നിരിക്കുന്നത് 5 lakh ആണ് പെർ ആനം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹയസ്റ്റ് പാക്കേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12.9 lakh പെർ ആനം, 12.9 ലക്ഷം പെർ ആനമാണ് വന്നിരിക്കുന്നത്. നമ്പർ 2 GEC തൃശ്ശൂർ, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇൻ തൃശ്ശൂർ. NIRF റാങ്കിങ്ങിൽ 200-നും 300-നും ഇടയിലാണ് പൊസിഷനിങ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആവറേജ് പാക്കേജ് വന്നിരിക്കുന്നത് 6 lakh പെർ ആനമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുമാത്രമല്ല ഹയസ്റ്റ് പാക്കേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 32 lakh ആണ് പെർ ആനം, 32 ലക്ഷമാണ് പെർ ആനം വന്നിരിക്കുന്നത്. ഫൈനലി നമ്പർ 1 CET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. ഇത് ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം ആണ്. NIRF റാങ്കിങ്ങിൽ 100-നും 150-നും ഇടയിലാണ് പൊസിഷനിങ് വരുന്നത്. അതുപോലെ തന്നെ ആവറേജ് പാക്കേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 lakh പെർ ആനമാണ് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല ഹയസ്റ്റ് പാക്കേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 33 lakh പെർ ആനം, 33 ലക്ഷം പെർ ആനമാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാമാണ് കേരളത്തിലെ ഗവൺമെൻറ് സെക്ടറിൽ വരുന്ന ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജസ്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടായ NIT കാലിക്കറ്റ്, IIIT കോട്ടയം, IIT പാലക്കാട്, IIST തിരുവനന്തപുരം. NIT കാലിക്കറ്റിലേക്കുള്ള സീറ്റ് JEE മെയിൻസ് വഴിയും മറ്റ് കോളേജുകളിലേക്കുള്ള സീറ്റ് JEE അഡ്വാൻസ് വഴിയാണ് സീറ്റ് ലഭിക്കുക. ഇതെല്ലാമാണ് കേരളത്തിലെ തന്നെ ടോപ്പ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി നിങ്ങൾക്ക് കോഴ്സ് സംബന്ധമായ സംശയങ്ങളോ കോളേജ് സംബന്ധമായ സംശയങ്ങളോ 100% സ്കോളർഷിപ്പോട് കൂടി പഠിക്കണം എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക.